ഇന്ന് നമ്മുടെ വിഷയം തുടക്കമാണ്. തുടക്കത്തിൽ തന്നെ തീരേണ്ടി വന്ന ഒരു സ്റ്റോറി. വേറൊന്നുമല്ല, അറിയാലോ, ഈ ഇടയ്ക്കായിട്ട് തുടക്കം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുകയുണ്ടായി. അപ്പം അത് കാണണം എന്നുള്ളത് ഒരു സുഹൃത്ത് പറഞ്ഞു. അത് കേട്ടിട്ട് ഞാൻ പോയി കണ്ടു. ഇത്രയും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദ്രോഹം എന്നോട് ചെയ്യണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. എന്തൊക്കെയായാലും സിനിമ കണ്ടു. അറിയാലോ, വിസ്മയ മോഹൻലാലാണ് സിനിമയിലെ നടി. പിന്നെ അച്ഛൻ വരുന്നുണ്ട്, ആന്റണി വരുന്നുണ്ട്. വിസ്മയുടെ അമ്മേനെ കൂടി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു ഫാമിലി പടമായിട്ട് മാറുമായിരുന്നു. സിനിമയുടെ ഫസ്റ്റ് ഹാഫൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. വളരെ ഫാസ്റ്റിൽ മൂവ് ചെയ്യുന്നതായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ അങ്ങ് തുടങ്ങാന്ന് വെച്ചാൽ ഒരാൾക്ക് അവിടെ ഇരുന്ന് അത് കാണാന്ന് പറഞ്ഞ അത്യാവശ്യം കഴിവ് വേണം. പിന്നെ ഫാമിലി ഓഡിയൻസ് ഒക്കെ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു. നമ്മളെപ്പോലുള്ളവർക്കൊന്നും അത്ര കണക്ട് ആവുന്നില്ല. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ് പറഞ്ഞാൽ ഇടി, തൊഴി, ഈ ഒരു പരിപാടികളാണ്. ബ്ലാസ്റ്റ് എന്ന് പറയുന്ന തമിഴ് സിനിമ ഈ ഇടയ്ക്ക് വരികയുണ്ടായി, അർജുനൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമ. അപ്പം അതിനകത്ത് ഇതേപോലെ സ്റ്റണ്ടുകൾ, അതിനകത്ത് ഇതേപോലെ ആക്ഷൻ രംഗങ്ങൾ വളരെ കൂടുതലാണ്. ആ സിനിമ പക്ഷെ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയി തോന്നിയത് ഇടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മുഖത്ത് അതിനനുസരിച്ച് ഭാവങ്ങൾ വരുന്നുണ്ടായിരുന്നു. അടിയാണെങ്കിലും ഇടിയാണെങ്കിലും ജസ്റ്റ് കയറി വന്ന് ടിഷ്യൂ പറഞ്ഞു പോകുന്ന ഒരു പരിപാടിയൊന്നും ആയിരുന്നില്ല. എവിടെയാണ് കൊടുക്കേണ്ടത്, എവിടെയാണത് കൊടുക്കേണ്ടാത്തത് എന്ന തരത്തിലൊക്കെ ഭാവങ്ങളെ യൂസ് ചെയ്തൊരു സിനിമയായിരുന്നു ബ്ലാസ്റ്റ്. ഈ സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്മയ മോഹൻലാൽ തുടക്കം മുതലേ വളരെ ഹൈപ്പർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബസ്സിൽ കയറിയിട്ട് മണിയടിക്കുക, അവിടെയുള്ള മുഴുവൻ നാട്ടുകാർക്കും അറിയപ്പെടുന്ന ഒരാളായി മാറുക, എല്ലാവർക്കും ചിരി വാരിക്കോരി സമ്മാനിക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുള്ളിയുടെ ഏർപ്പാട്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വിഷമത്തിൻ്റെ വിഷമവും അങ്ങനെയൊക്കെ ആയിട്ട് പോവുകയാണ്. അവിടെയാണ് നമുക്ക് മോഹൻലാലും ഈ ആൻ്റണിയൊക്കെ ഇടയ്ക്ക് വരുന്ന സ്ഥലം. ശരിക്ക് മോഹൻലാൽ ഇല്ലയെന്ന് വിചാരിച്ചോ ഈ സിനിമ കുറച്ചും കൂടി ഓടുകയായിരുന്നു. അതാണ് മോഹൻലാലിൻ്റെ അവസ്ഥ. ഒരു കാര്യമില്ലാതെ മോഹൻലാൽ വന്നു എന്നുള്ളതാണ്. ഒരു കാര്യമില്ല, എന്തിനാ അയാൾ വന്നത് എന്നുള്ളതാണ് ഡൗട്ട്. പിന്നെ അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ പണി എന്നുള്ള മൂവിയിൽ അഭിനയിച്ച ഒരാളുണ്ടല്ലോ, ബോബി കുര്യൻ. പുള്ളിയുടെ നല്ല ക്യാരക്ടറായിരുന്നു. പുള്ളിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ, പുള്ളി സീരിയസ് ആയിട്ട് പറയുന്നതാണോ അതോ കോമഡി ആയിട്ട് അത് ആ ക്യാരക്ടറിനെ അങ്ങനെ തന്നെയാണ് വെച്ചത് എന്നറിയില്ല. പക്ഷെ പുള്ളിയുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കണക്റ്റ് ആവുകയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും നടന്നില്ലെങ്കിലും പുള്ളിയുടെ കാര്യം കുറച്ച് ബെറ്ററാണ്. അപ്പം മൊത്തത്തിൽ ഒരു അച്ചാർ പരിവാണ് സിനിമ. നല്ല ഫാമിലി, അതിനോടൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. അതിനപ്പുറത്തോട്ട് സിനിമ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല.